പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്ന് നമ്മുടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് നിലവിൽ ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറീസിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും ചെയർമാനും കഴിഞ്ഞ 8 വർഷമായി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർമാനുമായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ കെ സജീവൻ സാറാണ്. സാറിനെ ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, പ്ലീസ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് തയ്യാറെടുത്തത്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലാണ് ചിലവഴിച്ചിട്ടുള്ളത്. ഏതാണ്ട് 35 വർഷത്തിലധികം ചിലവഴിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. അതിൽ 20 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു കാര്യമാണ് PSCയിലൂടെ ബോർഡിൽ ജീവനക്കാരെത്തുക എന്നുള്ളത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് രൂപം കൊണ്ടത് 1974 സെപ്റ്റംബറിലാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയതിനു ശേഷം രാജ്യത്തൊട്ടാകെ മാതൃകയായി ഏറ്റവും ആദ്യം രൂപം കൊണ്ട മലിനീകരണ നിയന്ത്രണ ബോർഡാണ് കേരള സർക്കാരിൻ്റെത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃക സ്ഥാപനമാണ്. പക്ഷേ PSCയിലൂടെ നിയമനം എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 90കളിൽ സംസ്ഥാന സർക്കാർ PSCക്ക് വിട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ പല കടമ്പകളും കടന്നെങ്കിലേ PSCയിൽ എത്തത്തുള്ളൂ. അങ്ങനെ കേരള നിയമസഭ ഇത് നിയമമായിട്ട് പാസ്സാക്കിയത് ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1916 അല്ല 2016 2016 അവസാനം അസംബ്ലിയിലാണ് ഇത് പാസ്സാക്കുന്നത്. പക്ഷേ പാസ്സാക്കിയതിനു ശേഷം PSCക്ക് വിട്ടാലും അത് നിയമമായി വരാൻ വീണ്ടും കുറെ കാലമെടുക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അത് നിയമമായി നോട്ടിഫൈ ചെയ്യുകയും PSC ഈ കാര്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തത്. അതൊരു ശരിക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കുറിച്ച് പറഞ്ഞാൽ, ബോർഡ് രൂപീകൃതമായി ഞാൻ മുൻപ് പറഞ്ഞ പോലെ 1974 അന്ന് അതിൻ്റെ പേര് സ്റ്റേറ്റ് ബോർഡ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്നായിരുന്നു അന്നത്തെ ബോർഡിന്റെ പേര്. പിന്നീട് അത് രൂപാന്തരം പ്രാപിച്ചാണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡായിട്ട് മാറിയത്. അപ്പൊ ആദ്യം ജലമലിനീകരണ നിയന്ത്രണ നിയമമാണ് നടപ്പിലാക്കിയതെങ്കിൽ പിന്നീട് വായു മലിനീകരണ നിയന്ത്രണ നിയമവും തുടർന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ കുറച്ച് ചട്ടങ്ങളും നിയമങ്ങളും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നടപ്പിലാക്കി വരികയാണ്. അപ്പൊ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മലിനീകരണം നിയന്ത്രിക്കുക, മലിനീകരണ സാധ്യതയുള്ള സ്ഥാപനങ്ങൾ മോണിറ്റർ ചെയ്ത് അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ആ സ്ഥാപനം സുരക്ഷിതമായി നടത്തുക എന്നുള്ളതുമാണ് ഉത്തരവാദിത്വം. ഇവിടെ സൂചിപ്പിച്ച പോലെ സിവിൽ എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സുമാണ് ഇതിലെ ഉദ്യോഗസ്ഥർ. ഇവരുടെ പഠനകാലത്ത് ഇതിൻ്റെ മലിനീകരണ നിയന്ത്രണത്തെ കുറിച്ചുള്ള ചില കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ പഠിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഞാനും ഒരു എഞ്ചിനീയർ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് മാത്രം പഠിച്ചിട്ട് വരികയാണ്. പക്ഷെ ഈ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഒരു ആ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ ജീവനക്കാരെന്ന് പറയുന്നത് തുടർച്ചയായുള്ള പഠനത്തിലൂടെ മാത്രമേ നമുക്ക് അത് നമ്മുടെ പ്രവർത്തനം
പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അതിന് ഈ ഈ ഇതിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കഴിയും. കാരണം സിവിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും അതിൽ കേപ്പബിൾ ആയിട്ടുള്ളവരാണ്. അതിന് പ്രാപ്തരാക്കിയിട്ടുള്ള രീതിയിലാണ് ആ സബ്ജക്റ്റ് എല്ലാം പഠിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഈ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രധാന കണ്ണി എന്ന് പറയുന്ന എഞ്ചിനീയേഴ്സാണ്. 3 സ്ട്രീമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലുള്ളത്. ഒന്ന് ടെക്നിക്കൽ ടീം, രണ്ടാമത് സയന്റിഫിക് ടീം, മൂന്നാമത് അഡ്മിനിസ്ട്രേറ്റീവ് ടീം. അപ്പൊ ടെക്നിക്കൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സയന്റിഫിക് ടീം എന്ന് പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുന്നതാണ് മറ്റു ടീം. അപ്പൊ എന്തായാലും അതിലെ ഒരു നെടും തൂണെന്ന് പറയുന്നത് ഈ ഉദ്യോഗാർത്ഥികളാണ്, ഈ എഞ്ചിനീയേഴ്സാണ്. കാരണം നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഒരു ഏതാണ്ട് 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഒരു എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമനം നടന്നു. ആ PSCക്ക് വിട്ടതിന് ശേഷം അവിടെ നിയമനം ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന എൻട്രി കാറ്റഗറിയിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിന്റെ പോസ്റ്റുകൾ മുഴുവനും, തസ്തിക മുഴുവനും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 85ഓളം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-20-25 പോസ്റ്റെങ്കിലും പ്രൊമോഷനായിട്ടുള്ള രീതിയിലുള്ളതും വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പം ഇതിലെ ഭാഗ്യവാന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഈ ഇതിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രൊമോഷൻ ആണെങ്കിലും വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ് ഒരു സ്ഥാപനമാണ് ഇത്. എന്ന് മാത്രമല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് വളരെ ഈ കാലികമായി ഒരുപാട് പ്രസക്തി ഉള്ളതുമാണ്. കാരണം പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജലമലിനീകരണം ഒഴിവാക്കി സുരക്ഷിതമായി ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ എത്തിക്കുക. അതിനായിട്ട് ജലമലിനീകരണം ഉണ്ടാകുന്ന പ്രസ്ഥാനങ്ങളെ അത് നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ശുദ്ധവായു ശ്വസിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുക. ശുദ്ധവായു ശ്വസിക്കുന്നതിനായിട്ട് മലിനീകരിക്കപ്പെട്ട അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനും അതുവഴി മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഉള്ള ഒരു പ്രാപ്തി നമുക്കുണ്ട്. അതനുസരിച്ച് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഖരമാലിന്യം ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും പത്രങ്ങളിലെല്ലാം കാണുന്ന ഒരു കാര്യമാണ്. എല്ലാ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഖരമാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു, നമുക്കതിൽ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇതിലെല്ലാം നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് നന്മയേകാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിനുള്ളത്. അതിൽ പ്രത്യേകിച്ചും എഞ്ചിനീയേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് അവരുടെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം എന്ന് പറയുന്ന പൊതുജനങ്ങളെ മലിനീകരണത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ജലമലിനീകരണം, വായു മലിനീകരണം, അതുപോലെ തന്നെ ഖരമാലിന്യങ്ങളുടെ സംസ്കരണം, അതേപോലെ തന്നെ ശബ്ദമൊക്കെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ അവെയറായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം നമുക്ക് ഇടപെടാനും അവർക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ആ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ സ്ഥാപനങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ 35 വർഷം അതിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ വരുന്ന തലമുറയ്ക്കും അതിലേക്ക് എത്താൻ സാധിക്കും. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 84 അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണ് ബോർഡിൽ ജോയിൻ ചെയ്യുന്നത്. ക്രമമായി
പ്രൊമോഷൻ കിട്ടി പിന്നീട് സർക്കാരിന്റെ നോമിനേഷനിലൂടെ അല്ലെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റിലൂടെ ബോർഡിന്റെ ചെയർമാൻ വരെ എത്താൻ സാധിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇതിലുള്ളതാണ്. അപ്പൊ കഴിവുള്ളവർക്ക് ഉയർന്നുയർന്ന് മുകളിലേക്ക് എത്താനും അതിന് തലപ്പത്തെത്താനും ഒക്കെ സാധിക്കാൻ അവസരമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അതിന് ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് ഉദ്യോഗാർത്ഥികളായിട്ട് വരുന്നവർ നല്ല രീതിയിൽ തയ്യാറെടുക്കുകയും പരീക്ഷ എഴുതി നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കുകയും ചെയ്താൽ ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന നെടുംതൂണായിട്ട് പോകാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. അടുത്തതായി നമ്മൾ ഏവരും കാത്തിരുന്ന വെബിനാർ സെഷനാണ്. നമുക്ക് ഇവർക്കും സുപരിചിതനായ ഗോകുൽ സാറാണ് വെബിനാർ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് PCB അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനെ പറ്റിയുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഈ വെബിനാർ സെഷന് ശേഷം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് സാറുമായിട്ട് പങ്കുവെക്കണമെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതുമാണ്. ഞാൻ ഗോകുൽ സാറിനെ വെബിനാർ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. ഓക്കെ, ബഹുമാനപ്പെട്ട ശ്രീ സജീവൻ സാറ് ഈ ജോലിയെ പറ്റിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ പറ്റിയും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സർ. ഇനി എങ്ങനെ ഈ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് എത്താം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സും കെമിക്കൽ എഞ്ചിനീയേഴ്സും എല്ലാം ഒരുപാട് നാൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു എക്സാം തന്നെയാണ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് AE എക്സാം എന്ന് പറയുന്നത്. ഈ ജോലിയെ പറ്റി പറഞ്ഞാൽ വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് ഒരുപാട് കടമകളുള്ള ഒരു ജോലി തന്നെയാണ് ഈ ജോലി. അതുകൊണ്ട് തന്നെ എക്സാമും അത്രത്തോളം തന്നെ കടുപ്പമേറിയതാവാം. ഒരു കടുപ്പമുള്ള എക്സാം തന്നെയാണ് നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. എക്സാം ഡേറ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ്: എത്ര വേക്കൻസി ഉണ്ട്, എത്രയായിരിക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക്, എങ്ങനെയായിരിക്കും എക്സാമിന്റെ പാറ്റേൺ. ഈ ചോദ്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം എക്സാമിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാറ്റഗറി നമ്പർ 121/2021 ആണ് ഈ എക്സാമിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ, ഈ എക്സാം അപ്ലൈ ചെയ്യേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക്കില്, സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാമായിരുന്നു. അതേപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗിലും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലും ബിരുദമുള്ളവർക്കും ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. എക്സാമിന്റെ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ ഈ എക്സാമിന് ചോദിക്കുന്നത് പോലെ തന്നെ മീഡിയം ഇംഗ്ലീഷ് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ചോദിക്കുക. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ഡ്യൂറേഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. 75 മാർക്ക് എന്നുള്ളത് 75 മിനിറ്റ് എന്നുള്ളത് 90 മിനിറ്റ് ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതും വിരൽ ചൂണ്ടുന്നത് കുറച്ചുകൂടി കടുപ്പമേറിയ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നതിലേക്ക് തന്നെയാണ്. കാരണം ഡ്യൂറേഷൻ 15 മിനിറ്റോളം കൂട്ടിയല്ലോ. കുറച്ചുകൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തവണ. സാധാരണ PSC പബ്ലിഷ് ചെയ്യുന്ന സിലബസിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സിലബസ് ആണ് ഇത്തവണ റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് മൊഡ്യൂൾ തിരിച്ചുള്ള മാർക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മളുടെ പ്രിപ്പറേഷനും പഠനവും ഒക്കെ കുറച്ചുകൂടി എളുപ്പമാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ വെയിറ്റേജ് ഉള്ള മൊഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് അല്ല. പണ്ടത്തെ ട്രെൻഡായിരുന്നു ഹാർഡ് വർക്ക്. ഇപ്പോ ഹാർഡ് വർക്കിനേക്കാളും കുറച്ചുകൂടി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് സ്മാർട്ട് വർക്കിനാണ്. എന്താണ് സ്മാർട്ട് വർക്ക്? സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിക്കേണ്ട ആവശ്യമില്ല. വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് സ്മാർട്ട് വർക്ക്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് ഇത്തവണ PSC റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും സിലബസിലേക്ക് ഒന്ന് പോകാം. 5 മൊഡ്യൂളായിട്ടാണ് PSC ഇത്തവണ സിലബസ് ഇട്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്ന ഒരാളാണ്. മാത്സ് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല.
നമ്മളുടെ ഈ എക്സാമിന് വരുമെന്ന്. 2-3 മൊഡ്യൂൾ എന്ന് പറയുന്നത് സിവിൽ സബ്ജക്ട്സ് തന്നെയാണ്. മൊഡ്യൂൾ 4 എൻവയോൺമെന്റൽ എഞ്ചിനീയറിങ്ങും മൊഡ്യൂൾ 5 കെമിക്കൽ എഞ്ചിനീയറിങ്ങുമാണ്. നമുക്ക് കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സിലബസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ മൊഡ്യൂൾ മാത്സ് വരികയാണ്. അപ്പോൾ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് ഒക്കെയാണ് മാത്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെട്രിസസ് ഉണ്ട്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ട്, വെക്റ്റർ ഡിഫറൻസിയേഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോംപ്ലക്സ് അനാലിസിസ് ആൻഡ് ഫൊറിയർ സീരീസ്. 10 മാർക്കാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ഉള്ള വെയിറ്റേജ്. അപ്പോൾ ഇതിന് മുമ്പ് മാത്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വേറെ എക്സാംസും ഉണ്ട് നമുക്ക്, ലൈക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, ലെക്ചർ തുടങ്ങിയ എക്സാംസിനൊക്കെ മാത്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് യൂണിവേഴ്സിറ്റി എക്സാമിനല്ല പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീണ്ട ഡെറിവേഷൻസും ഒരുപാട് 2-3 പേജുകൾ നീളമുള്ള പ്രോബ്ലംസും ഒന്നും നമുക്ക് ഇവിടെ ചോദിക്കത്തില്ല. അതായത് ഒറ്റ മാർക്കിൽ അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതും പിന്നെ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന, അതായത് മെട്രിക്സ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ, ലാപ്ലാസ്, കോംപ്ലക്സ് അനാലിസിസ്, ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ വെയിറ്റേജ് വരാൻ ചാൻസ് ഉള്ളത്. കാരണം ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ചുകൂടി ദൈർഘ്യമേറിയ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ചാപ്റ്റേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. മെട്രിസസ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം, അതേപോലെ കോംപ്ലക്സ് അനാലിസിസ്. ഇത് ഒരു കാര്യം കൂടെ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ സഹായത്തോടെ പഠിക്കുന്നത് തന്നെയാണ്. കാരണം കോച്ചിങ് സെന്ററുകളാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ അവർ പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് അവരുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഏതായാലും സിവിലിയൻസിന്റെ കോഴ്സസ് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട്, അതായത് മാത്സ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ ബണ്ടിൽ കോഴ്സസ് ആയിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എല്ലാം കൂടെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമുക്ക് മാത്സ് മാത്രം അല്ലെങ്കിൽ മാത്സിൽ PhD എടുക്കുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് 1 മാർക്കിന്റെ ബേസ് ക്വസ്റ്റ്യൻസ് മാത്രം മതി. അപ്പൊ ആ ഒരു ലെവലിലേ നിങ്ങൾ പഠിച്ചു പോകാവൂ. അനാവശ്യമായിട്ട് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യരുത്. കാരണം 10 മാർക്കേ ഉള്ളൂ വെയിറ്റേജ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, RCC ഉണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഉണ്ട്, എസ്റ്റിമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 സബ്ജക്റ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ. അതായത് മെക്കാനിക്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മെക്കാനിക്സ് മാത്രമാണെന്ന്. ആ സിലബസിലൂടെ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. മെക്കാനിക്സിൽ നിന്നും തുടങ്ങി പതുക്കെ മോസിലേക്ക് കയറി അവസാനം സ്ട്രക്ചറൽ അനാലിസിസ് 2ലാണ് അത് എത്തിച്ചെന്ന് നിൽക്കുന്നത്. ഓക്കെ, അവര് ഏറ്റവും അവസാനം ഈ സിലബസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് ഏറ്റവും അവസാനത്തെ ലൈൻ നിങ്ങൾ കണ്ടു കാണും. ഇതൊന്നും അല്ലാതെ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വരാമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുള്ള വേർഡിങ്സ് മാത്രം നോക്കിയല്ല പഠിക്കേണ്ടത്. ആ ഒരു സബ്ജക്റ്റ് പൂർണ്ണമായിട്ടും പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെക്കാനിക്സ്, RCC, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ്. പക്ഷെ കെമിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ അവസാനത്തെ 4 സബ്ജക്റ്റ് ആയിരിക്കണം. കാരണം നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ഈ 4 സബ്ജക്റ്റാണ്. RCCയും മെക്കാനിക്സും ഒക്കെ നിങ്ങൾക്ക് കേട്ടുകേൾവി ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്, സിവിലിന്റെ കോർ സബ്ജക്റ്റ് ആണ്. അപ്പൊ കെമിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് പഠിച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും ഏതെങ്കിലും എളുപ്പമുള്ള സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യമേ തന്നെ അത് സിവിലുകാരായാലും കെമിക്കലുകാരായാലും ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് ഒരിക്കലും തുടങ്ങരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ചുകൂടെ സിമ്പിളർ ആയിട്ടുള്ള സബ്ജക്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ഒരു കോൺഫിഡൻസ് ആദ്യമേ തന്നെ കൂടും. നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും.
ഏറ്റവും ടഫ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മടുത്തു പോകും. അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു തോന്നൽ വന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളുക. കെമിക്കലുകാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ അവസാനം കൊടുത്തിരിക്കുന്ന 4 സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത മൊഡ്യൂൾ 3യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും സിവിൽ സബ്ജക്റ്റ് തന്നെയാണ്. 15 മാർക്ക് തന്നെയാണ് ഇതിനും വെയിറ്റേജ് വരുന്നത്. സർവേയിങ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, GT, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അർബൻ പ്ലാനിങ്. ഇത്രയും സബ്ജക്റ്റ് ആണ് ഈ മൊഡ്യൂളിൽ ഉള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗുമാണ്. ഇതിനു മുമ്പ് LBS എക്സാം നടത്തിയപ്പോൾ അതിനും ഫ്ലൂയിഡ് മെക്കാനിക്സിന് നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് വന്നായിരുന്നു. അത് മാത്രമല്ല കെമിക്കലുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗും കുറച്ച് വെയിറ്റേജ് ഉള്ളതാണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഞാൻ ഈ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, പഠിക്കുകയേ വേണ്ടെന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കുകയേ വേണ്ടെന്നല്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ ഒരു സബ്ജക്റ്റ് ആണെന്നാണ്. അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് ബാക്കി 3 ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഒഴിവാക്കി അങ്ങ് പോകരുത്. ഓക്കെ, ഇതിനും വെയിറ്റേജ് 15 മാർക്കാണ്. അപ്പൊ ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ മാത്സിന് 10 മാർക്ക്, സിവിൽ സബ്ജക്റ്റിൽ നിന്ന് 15 30 മാർക്കായി. ശേഷിക്കുന്നത് 60 മാർക്കാണ്. 4ാമത്തെ മൊഡ്യൂള് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. 35 മാർക്കാണ് വെയിറ്റേജ്. 100ൽ 35 മാർക്ക്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് കുറച്ച് കൂടുതൽ വെയിറ്റേജ് കാണുമെന്ന്. നമ്മൾ സാധാരണ ഈ എക്സാമിന് ഏതൊക്കെയാണ് പഠിക്കുക? വാട്ടർ പഠിക്കുന്നു, വേസ്റ്റ് വാട്ടർ പഠിക്കുന്നു, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിക്കുന്നു, എയർ ആൻഡ് നോയിസ് പൊല്യൂഷൻ പഠിക്കുന്നു. ഇത്രയാണ് നമ്മൾ സാധാരണ ഈ പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായി കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അത് നോട്ട് ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണ് അഡീഷണൽ ടോപ്പിക്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. നമ്മൾ സാധാരണ ഈ പരീക്ഷകൾക്ക് ആ ഒരു ടോപ്പിക് ഇല്ലാത്തതാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ഉണ്ട്. എയർ പൊല്യൂഷൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അതിന്റെ കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് കൂടി വന്നിട്ടുണ്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ. അതുപോലെ ന്യൂക്ലിയർ വേസ്റ്റ്, നമ്മുടെ ഈ സിലബസിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ന്യൂക്ലിയർ വേസ്റ്റ് വന്നിട്ടുണ്ട്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് വന്നിട്ടുണ്ട്. EIA വന്നിട്ടുണ്ട്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ആഡഡ് ടോപ്പിക്സ് ആണ്. ഇതിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാകും ചില ടോപ്പിക്സ് ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ യാതൊരു സ്കോപ്പും ഇല്ലാത്തവയാണ്. ഒബ്ജക്റ്റീവായിട്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തവയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും. അപ്പൊ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ഭാഗങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എയർ പൊല്യൂഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇപ്പോൾ EIA ഒക്കെ പഠിച്ചു തുടങ്ങി കഴിയുമ്പോഴേ മനസ്സിലാകും നമുക്ക് അധികം ഒന്നും അങ്ങനെ ഒബ്ജക്റ്റീവ് ചോദിക്കാൻ ചാൻസ് 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. എങ്കിലും അങ്ങനെ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തീരെ കുറവാണ്. അപ്പോൾ അതിന് വെയിറ്റേജ് പഠിക്കേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സമയം നീക്കി വെക്കേണ്ടത് എവിടെയാണ്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4ാമത്തെ മൊഡ്യൂൾ 35 മാർക്കിന്റെ. 5ാമത്തെ മൊഡ്യൂൾ കെമിക്കൽ എഞ്ചിനീയറിംഗ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ച ഒരു മൊഡ്യൂള് ഇതും 1ാമത്തെ മൊഡ്യൂളാണ്. മാത്സ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇവിടെ എന്താ തെറ്റിപ്പോയത്? ഇത്രയും കട്ടിക്കുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കട്ടിക്കുള്ള ടോപ്പിക്സ് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ബേസിക്സ് ആണ് പ്രതീക്ഷിച്ചത്. കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇത് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അറിയാം, ഒരു MTech ലെവലിലുള്ള ടോപ്പിക്സ് വരെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻ ഡെപ്ത് തന്നെയാണ് അവർ സിലബസ് ഇട്ടിരിക്കുന്നത്. പ്രോസസ് കാൽക്കുലേഷൻ, തെർമോഡൈനാമിക്സ്, അതുപോലെ കെമിക്കൽ റിയാക്ഷൻ, ഇക്വിലിബ്രിയം ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ 2 സെമ്മിലായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് BTechന്. അതെല്ലാം ഇവിടെ സിലബസിൽ ഇട്ടിട്ടുണ്ട്. കെമിക്കലുകാർക്ക് ഇത് താരതമ്യേന എളുപ്പമായിരിക്കും. സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടാണ് ഈ ഒരു ടോപ്പിക് ഇൻഡെപ്ത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ബേസ് മാത്രം പഠിച്ചു പോകുക. ബേസ് മാത്രം പഠിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഠിക്കുക. ഏറ്റവും ആദ്യം ബേസിൽ നിന്ന് തന്നെ തുടങ്ങണം.
ഓക്കെ, താരതമ്യേന പഠിക്കാൻ എളുപ്പമാണ്. പ്രോസസ് കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് എളുപ്പമായിട്ട് കുറച്ച് വെൻ കമ്പയർഡ് ടു അതർ ടോപ്പിക്സ് പ്രോസസ് കാൽക്കുലേഷൻ ഒക്കെ എളുപ്പമാണ്. ഇവിടെ തെർമോഡൈനാമിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മെക്കാനിക്കൽ പോർഷൻസ് കൊണ്ടുവന്ന് ഇത് മെക്കാനിക്കൽ തെർമോഡൈനാമിക്സ് അല്ല. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള മെക്കാനിക്കലിന്റെ തെർമോഡൈനാമിക്സ് അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. തെർമോഡൈനാമിക്സ് ഓഫ് സൊല്യൂഷൻസ് ആണ്, പ്യൂർലി കെമിക്കൽ ടോപ്പിക് തന്നെയാണ്. അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അതൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഹെട്രോജിനസ് ആൻഡ് ഫ്ലൂയിഡ് റിയാക്ഷൻസ്, പ്രോസസ് ഇൻസ്ട്രുമെന്റേഷൻ, ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് വെൻ കമ്പയർഡ് ടു അതർ ടോപ്പിക്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റഡി സ്ട്രാറ്റജിയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക? ഏറ്റവും ആദ്യം വേണ്ടത് മോട്ടിവേഷൻ ആൻഡ് പ്ലാനിങ്. അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണ്ട. എന്തുകൊണ്ട് ഈ ജോലി നമ്മൾ നേടണം എന്നതൊരു ഒരു റീസൺ വേണ്ടേ? ഒരു റീസൺ നമ്മൾ തന്നെ കണ്ടെത്തുക. എന്തുകൊണ്ട് ഈ ജോലി നേടണം, എന്തുകൊണ്ട് എനിക്ക് ഈ ജോലി വേണം, അത് എപ്പോഴും മനസ്സിൽ തന്നെ അതിനെപ്പറ്റി ആലോചിക്കുക. അത് ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ വേറെ ജോലി ഉണ്ട് എങ്കിലും പറയാം, എനിക്ക് ഈ ഒരു ജോലി വളരെ എളുപ്പമായിട്ട് കിട്ടുന്നതാണ്. കാരണം ഇറിഗേഷന്റെ ഇത് കഴിഞ്ഞു, PWD ഈയിടെ കഴിഞ്ഞു, LSTD കഴിഞ്ഞു. കുറെ വർഷമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും ടോപ്പിക് നിൽക്കുന്നവരെല്ലാം ഈ ഒരു ജോലിയിലേക്ക്, അതായത് LSTD അല്ലെങ്കിൽ PWD ഇറിഗേഷനിലേക്ക് പോയിട്ടുണ്ടാകും. അത് നിങ്ങളുടെ ജോലി സാധ്യത കൂട്ടുന്ന ഒന്നല്ലേ? അതൊരു റീസൺ ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇത്രയും ഒരു ഗ്ലാമർ ജോബാണ് അത്. സജീവൻ സാറ് പ്രത്യേകം പറഞ്ഞു എന്തൊക്കെയാണ് ഈ ജോലിയുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ്, അതിനെപ്പറ്റി ഒക്കെ ആലോചിച്ചാൽ നിങ്ങളൊന്ന് സ്വയം മോട്ടിവേറ്റഡ് ആകും. നമുക്കൊരു ലക്ഷ്യം വേണ്ടേ? അതായിരിക്കണം ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്, സ്വയം ഉള്ള ഒരു തോന്നൽ. 2, ഡയറക്റ്റഡ് സ്റ്റഡി. ഡയറക്റ്റഡ് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് കാടടച്ച് പഠിക്കാതെ നിങ്ങളുടെ പഠനത്തിന്റെ ആ ഒരു ഏരിയ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക. അതിന് നമുക്ക് സിലബസ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സിലബസ് PSC തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ആ സിലബസിന് വെളിയിലേക്ക് പോവാതിരിക്കുക. തീർച്ചയായിട്ടും സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ 2 3 അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ വല്ലതും. അപ്പോൾ എപ്പോഴും നമ്മളുടെ പഠനത്തിന്റെ ആ ഏരിയ കഴിവതും കുറയ്ക്കുക. നമുക്കിവിടെ PhD എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത്രയും നോളജ് മതി. അപ്പൊ എത്രത്തോളം പഠനത്തിന്റെ ഏരിയ കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. 3, പ്രാക്ടീസ്. ഒരു വട്ടം പഠിച്ച കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ തിയറി പഠിച്ചു, ആ തിയറിയെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കണം. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ അറിയാം, പക്ഷെ ആ ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യാനും കൂടെ അറിയണ്ടേ? അതിന് പ്രാക്ടീസ് ചെയ്താലേ നടക്കും. എപ്പോഴും ഇങ്ങനെ ബുക്ക് തിയറി ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ ബുക്കിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം. എങ്കിലേ കാര്യമുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുന്നത്ര ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. 4, എല്ലാവർക്കും അടി തെറ്റുന്നത് ഇവിടെയാണ്. പ്രത്യേകിച്ച് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, അവർ റിവിഷൻ ചെയ്യാൻ വളരെ മടി കാണിക്കുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ച് പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിച്ചുകൊണ്ടെങ്കിൽ അവർക്ക് വളരെ ബോറായിട്ട് തോന്നുന്നൊരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ആവരുത്. ഇവിടെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. ആദ്യമൊക്കെ ബോറായിട്ട് തോന്നുമായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഏറ്റവും ലാസ്റ്റ്, ഷോർട്ട് നോട്ട്സ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകാം. നിങ്ങൾ ആദ്യമായിട്ട് നോക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാം. ഒരു നോട്ട്ബുക്കിൽ തന്നെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതാം. പക്ഷെ ആ സബ്ജക്റ്റ് കഴിയുമ്പോൾ ആ നോട്ട്ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ചെറിയ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കണം. ആ നോട്ട്ബുക്ക്, ഒരു ഫുൾ നോട്ട്ബുക്കിലെ എല്ലാ കാര്യങ്ങളും ഒരു 2 3 പേജിൽ നിങ്ങൾക്ക് ഒതുക്കാൻ സാധിക്കണം. 2 3 പേജിൽ ഒതുക്കാൻ സാധിക്കണം ഒരു ഫുൾ ബുക്കിൽ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ എഴുതണ്ട. നിങ്ങൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഷോർട്ട് നോട്ടിൽ നിങ്ങൾ ഉൾപ്പെടുത്താവൂ. അവസാനം എക്സാമിന് തലേ ദിവസം നിങ്ങൾ ഈ ഫുൾ നോട്ട് ബുക്ക് അല്ല വെച്ച് പഠിക്കേണ്ടത്, നമ്മളുടെ ഷോർട്ട് നോട്ട് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. 83 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് കേരളത്തിൽ. 83 സാങ്ഷൻഡ് വേക്കൻസീസ് ആണ് നിലവിലുള്ളത്. അത് കൂടാം. അത് മാത്രമല്ല, ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചിലപ്പോൾ വേറെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ഉണ്ടാവും. സോ PWD ഒക്കെ കിട്ടുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാം. അപ്പോൾ
ആദ്യത്തെ ഒരു 100 റാങ്കിനകത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ടുണ്ടോ? അഞ്ജന മോഹൻ പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ PCBയുടെ സിവിലിയൻസ് എയുടെ കോഴ്സ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, ബണ്ടില് സിവിലിയൻസിന്റെ. അപ്പോൾ അതിനകത്ത് മാത്സ് അങ്ങനത്തെ സബ്ജക്റ്റ് ഒന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ സെപ്പറേറ്റ് വേറൊരു കോഴ്സും കൂടെ കണ്ടു. ഇപ്പൊ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത കോഴ്സിനകത്ത് ഇതെല്ലാം ഇനി ആഡ് ചെയ്യുമോ? ആക്ച്വലി അത് നിങ്ങൾ ഇവിടെ ഒന്നുകൂടെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നമ്പർ ഉണ്ടല്ലോ അഞ്ജന, ആ ഗ്രൂപ്പിലെ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയായിരിക്കും. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അതിന്റെ പറ്റി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച എക്സാമിനെ പറ്റിയൊക്കെയാണ്. ഓക്കെ, ശരി സർ, താങ്ക് യു. അർച്ചന പറഞ്ഞോളൂ. അർച്ചന, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സർ, നമ്മൾ സിവിൽ കാർക്കാണെങ്കിൽ ഈ കെമിക്കലിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് സർ ചെയ്യുക? ഇപ്പം സാറ് ക്ലാസ് തരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് എക്സാം സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഒരു നല്ലൊരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരാം കെമിക്കലുകാർക്കും സിവിലുകാർക്കും. ഇപ്പോ നമുക്കറിയാം എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഈ 2 ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് നടത്തുന്ന എക്സാമുകൾക്ക് കട്ട് ഓഫ് പൊതുവെ കുറവായിരിക്കും. അതും എക്സാമും കൂടെ ആകുമ്പോൾ തീരെ കട്ട് ഓഫ് കുറവായിരിക്കാനാണ് സാധ്യത. ഇപ്പൊ ഇതിനു മുമ്പ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് കുറെ കാലം മുമ്പാണെങ്കിൽ ഒരു 10-20-21 റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നത്. ഏതായാലും അത്രയൊന്നും കുറയത്തില്ല ഇവിടെ. എങ്ങനെ പോയാലും ഒരു 35 മുതൽ 45 അല്ലെങ്കിൽ ഒരു 50 വരെ ആയിരിക്കും കട്ട് ഓഫ് മാർക്ക് വരിക. കാരണം 2 ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, കുറച്ചുകൂടി കട്ടിയുള്ള സിലബസുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ 2ഉം 3ഉം നിങ്ങൾ ഭംഗിയായിട്ട് നോക്കാൻ സാധിക്കുമല്ലോ. അർച്ചന സിവിലാണോ മെക്കാനിക്കൽ? സിവിലാണ്. അപ്പോൾ സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 2 മൊഡ്യൂളും ഭംഗിയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ 2ന്റെയും വെയിറ്റേജ് എന്ന് പറയുന്നത് 30 മാർക്കാണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗും സിവിലുകാർ പഠിക്കുന്ന ടോപ്പിക്കാണ്. അതിൽ നിന്ന് 35 മാർക്കും ഉണ്ട്. ടോട്ടൽ 65 ആയി. അപ്പൊ 65 മാർക്കിൽ ഏതായാലും കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അറിയാത്തത് ഉണ്ടാവും. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റേജ് ഈ 2 ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതങ്ങ് ഉറപ്പാക്കുക. അതായത് ഈ 65-ൽ കഴിയുന്നതും ഉറപ്പാക്കുക. ബാക്കി മാത്സിൽ നിന്നുള്ള ചോദ്യങ്ങളും കെമിക്കലിൽ നിന്നുള്ള ചോദ്യങ്ങളും ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് കാണുക. 1 മാർക്കെങ്കിൽ 1 മാർക്ക് എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഈ 2-നാണ് വെയിറ്റേജ് കൂടുതൽ, സിവിലും എൻവയോൺമെന്റിലും. അതിൽ നിന്ന് സ്കോർ ചെയ്യാവുന്നതിന്റെ മാക്സിമം സ്കോർ ചെയ്യുക. ബാക്കി മാത്സിൽ നിന്ന് കിട്ടുന്ന മാർക്കും കെമിക്കലിൽ നിന്ന് കിട്ടുന്ന മാർക്കും ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് കാണുക. 5 മാർക്കെങ്കിൽ 5 മാർക്ക് കിട്ടട്ടെ. അറിയാത്തതിൽ തൊട്ട് തെറ്റിക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ചെറിയ കട്ട് ഓഫ് ആകുമ്പോൾ ഓരോ നെഗറ്റീവ് മാർക്കിനും വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്ക് 100-ൽ 100 നേടാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഇത്. അതാദ്യം മനസ്സിലാക്കുക. ഇനി കെമിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അറിയാവുന്നതായിരിക്കും. കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കലുകാരുടെ ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 25 മാർക്കുണ്ട്. എൻവയോൺമെന്റിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. 35 മാർക്കുണ്ട്. അപ്പൊ 60 ആയി. പിന്നെ ഈ സിവിലിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്, കെമിക്കലുകാരുടെ മാത്രം കാര്യമാണ് പറയുന്നത്. സിവിലിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. മെക്കാനിക്സും സ്ട്രക്ചറൽ അനാലിസിസും ഒന്നും അല്ല പറയുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് നോക്കാം, ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബ്രിക്ക്, സിമെന്റ്, ടിമ്പർ ഒക്കെ. അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നോക്കാം, എസ്റ്റിമേഷൻ നോക്കാം. ഇതൊക്കെ വളരെ തിയറിറ്റിക്കൽ സബ്ജക്റ്റാ. അതുപോലെ മാത്സ്. അപ്പോ ഈ ഒരു 3 മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് കാണുക. കെമിക്കലുകാരുടെ കാര്യം ഇതാണ്.
രണ്ട് ആൾക്കാർക്കുള്ള സ്റ്റഡി സ്ട്രാറ്റജി, സിവിലുകാർക്കും കെമിക്കലുകാർക്കും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. മൊത്തത്തിൽ പഠിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ശക്തി കേന്ദ്രം അറിഞ്ഞ് പഠിക്കുക. അച്ഛനാ ഓക്കെ ആണോ? ഓക്കെ സർ. പിന്നെ ഈ കെമിക്കൽ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണ്ടേ സർ? അപ്പൊ അതെങ്ങനെയാണ് സർ നോക്കുക? ഏത് സോഴ്സും നമ്മൾ നോക്കണം? ഗേറ്റ് ക്വസ്റ്റ്യൻ വരെയൊക്കെ നോക്കണോ? അത് നമുക്ക് അല്ലെങ്കിലും ഒന്നും മനസ്സിലാവത്തില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ നിന്നുള്ള ഓരോ മാർക്കും ബേസ് വെച്ചിട്ട് നോക്കുക. അതിൽ നിന്നുള്ള ഇപ്പം നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഈ പറയുന്ന കെമിക്കലിനും നമ്മളുടെ ഇപ്പം ബാക്കി കോച്ചിങ് സെന്ററുകാരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പം സിവിലിയൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്, അല്ലാതെ മൊത്തം വീഡിയോ സീരീസും അവൈലബിൾ ആണ്. ഓരോ വീഡിയോ കഴിയുമ്പോഴും ആ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ആ വീഡിയോയിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സഹിതമാണ്. അപ്പം ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ല ഇവിടുത്തെ ടെസ്റ്റ് സീരീസ്. ഓരോ വീഡിയോ സെഷൻ, ഇപ്പം പ്രോസസ് കാൽക്കുലേഷൻ ആണ് ടോപ്പിക് എങ്കിൽ അതിന്റെ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ കഴിയുമ്പോൾ ആ വീഡിയോയിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ലേ? ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിരിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. കെമിക്കൽ മാത്രമായിട്ടാണെങ്കിലും കിട്ടും, അത് ചെറിയ എമൗണ്ടേ ആവുന്നുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടി, അത് കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ വീഡിയോ സീരീസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കെമിക്കലിനെ പറ്റി ചെറിയൊരു ധാരണയാകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യാമല്ലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും, ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കുകൾ ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. മാത്സ് പഠിക്കാനുള്ള സിമ്പിൾ വഴി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ട് പഠിക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ സഹായം തേടുന്നത്. നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാളും ഒരു 5 മുതൽ 10 മാർക്കെങ്കിലും കൂടുതൽ നേടാനായിട്ട് ഏത് കോച്ചിങ് സെന്ററിന്റെ ഒക്കെ സഹായം നേടിയാൽ നമുക്ക് സാധിക്കും. കാരണം അവർ ഓരോ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. നമ്മൾ എപ്പോഴും ഒരു മാത്സ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കൺവെൻഷണൽ മെത്തേഡ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. കൺവെൻഷണൽ മെത്തേഡിൽ കൂടെ ആ പ്രോബ്ലത്തെ സമീപിക്കുകയായിരിക്കും നമ്മൾ. പക്ഷേ ഈ കോച്ചിങ് സെന്ററുകാർക്കാകുമ്പോൾ അവർക്ക് ഒറ്റ നോട്ടത്തിൽ, ഞാൻ അങ്ങനെ വേറെ കോച്ചിങ് സിവിലുമായിട്ട് ബന്ധമല്ലാതെ വേറെ എക്സാമിന് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഈവൻ ഗേറ്റിനൊക്കെ മാത്സ് കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സാറന്മാർ ജസ്റ്റ് നമ്മൾ കൺവെൻഷണൽ രീതി ചെയ്യിപ്പിക്കത്തേ ഇല്ല. ജസ്റ്റ് നോക്കി ഉത്തരം നോക്കി ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുന്ന വഴികളൊക്കെ അവർ പറഞ്ഞു തരും. അത് കോച്ചിങ് സെന്ററുകാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം അവർ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എപ്പോഴും മാത്സ് പഠിക്കാനുള്ള എളുപ്പ വഴിയൊന്നും എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം, ഒരു കോച്ചിങ് സെന്ററിന്റെ ഹെൽപ്പ് നേടുകയാണെങ്കിൽ നിങ്ങളെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലിജി പറഞ്ഞു. ലിജി ഹലോ സർ. പറഞ്ഞോളൂ. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു പ്രിഫറൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് ഒരു പ്രിഫറൻസ് പാർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് അവർക്ക് ഒരു പ്രിഫറൻസ് എപ്പോഴായിരിക്കും കൊടുക്കുക? ഇന്റർവ്യൂവിനായിരിക്കും കൊടുക്കുക. ഓക്കെ. നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ തുല്യരായി തന്നെയാണ്. എല്ലാവരുടെയും പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും ഇല്ല. നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുകയാണെങ്കിൽ അതിൽ ഒരു വെയിറ്റേജ് ഉണ്ടാവും. ലിജി എൻവയോൺമെന്റിലാണോ? അല്ല സർ, സിവിലാണ്. സിവിൽ. ഓക്കെ. ലക്ഷ്മി പറഞ്ഞോളൂ. ഹലോ സർ. മാത്തമാറ്റിക്സ് വന്നിട്ടേ അത് UPSC ലെവലിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത്രയും കൂടിയ UPSC ലെവലിലൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ സർ. ഐഷ. ഹലോ സർ. പറഞ്ഞു. ഞാൻ സിവിലിയൻസിന്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത ആളാണ്. അപ്പം സിവിലിയൻസിന്റെ ആ കോഴ്സ് മാത്രം, അതിലെ ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ, അതോ അതിന്റെ വീഡിയോസും കണ്ട് പഠിച്ചാൽ മാത്രം മതിയോ, അതോ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ബുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എപ്പോഴും കൂടുതൽ എത്രത്തോളം ക്വസ്റ്റ്യൻ കാണുന്നു അത്രയും നല്ലത്. നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ
എത്രത്തോളം ക്വസ്റ്റ്യൻസ് കാണുന്നോ അത്രയും നല്ലത്. അങ്ങനെ ഞാൻ പറയും. ഒരിക്കലും ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോ ഈ കെമിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് അറിയില്ല. അപ്പൊ ഏതാ നല്ല ഓർഡർ? കെമിക്കലിന്റെ ക്വസ്റ്റ്യൻ ഇതെല്ലാം കെമിക്കലിന്റെ നല്ല ബുക്കുകളാണ്. കെമിക്കൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ള നല്ല ബുക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം. ആൻ ഇൻസൈറ്റ് ഇൻ ടു കെമിക്കൽ എഞ്ചിനീയറിംഗ് ബൈ എം സുബ്ബു, കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് ഒക്ടേവ് ലിവിൻസ്പോൺ, സ്റ്റോഷിയോമെട്രി ആൻഡ് പ്രോസസ് കാൽക്കുലേഷൻ കെ വി നാരായണൻ, ടെക്സ്റ്റ് ബുക്ക് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് അതും കെ വി നാരായണന്റെ ബുക്കാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഹെൽപ്ഫുൾ ആകുന്ന ബുക്കാണ്. ഓക്കെ. പക്ഷെ ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ ഒരു റെഫറൻസ് വെച്ച് കെമിക്കൽ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. സിവിൽ എഞ്ചിനീയേഴ്സിനോടാണ് പറയുന്നത് കേട്ടോ. ഒരു റെഫറൻസ് ബുക്ക് വെച്ച് കെമിക്കൽ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്വന്തമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിന്റെ വീഡിയോ സെഷൻ കൂടെ പർച്ചേസ് ചെയ്യുക, ക്ലാസ് കൂടെ പർച്ചേസ് ചെയ്യുക, അതിന്റെ കൂടെ റെഫറൻസ് വെച്ച് പഠിക്കുക. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബുക്ക് വാങ്ങിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ്, നിങ്ങളുടെ ടൈം ഒരുപാട് പോകും കേട്ടോ. താങ്ക് യു സർ. വേറെ ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട്? അഞ്ജന പറഞ്ഞോളൂ. സർ, എല്ലാരും പറയുന്ന കേട്ടിട്ടുണ്ട് ഒത്തിരി വർക്ക് ചെയ്യണം, കോമ്പറ്റീഷൻ ഒക്കെ വളരെ കൂടുതലാണ് ഈ ഫീൽഡില്. അപ്പോ സാധാരണ ഇപ്പൊ ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ പഠിക്കേണ്ടി വരും എന്നുള്ളത്? അഞ്ജന ബിഗിനർ ആണോ? ഞാനിപ്പോ ഒരു 6-7 മാസമായി. ഞാൻ ആദ്യമായിട്ടാണ് LSTDയുടെ പരീക്ഷ എഴുതിയത്. എന്റെ ഫസ്റ്റ് PSC എക്സാമാ. അപ്പോ ബിഗിനർ ആണോ ചോദിച്ചാൽ അതെ. അല്ല, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഇത്ര നേരം ഇരിക്കുന്നതിൽ കാര്യമില്ല അഞ്ജന. നമ്മൾ ഇരിക്കുന്ന നേരം എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ടെന്നാണ്, അതിലാണ് കാര്യം. ഇപ്പൊ ചിലവർക്ക് എത്ര നേരം ഇരിക്കാനും മടിയൊന്നുമില്ല. ഒത്തിരി നേരം അവരിയ്ക്കും. ദിവസം ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ വരെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ അവര് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ആ ഒരു ടൈം യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ഒരു പോർഷൻ കവർ ആക്കുന്ന രീതിയിൽ പഠിക്കുക. ഇത്ര നേരം ഇരിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ഇന്ന് നിർത്തൂ, ആ ഒരു രീതി നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇത്ര മണിക്കൂർ ഇരിക്കും എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇന്ന ടോപ്പിക് ഇന്ന് തീർക്കും, അങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി നേരം ഇരുന്നാലും നമ്മൾക്ക് അത് എന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എത്ര കുറച്ച് സമയം ഇരുന്നാലും എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, എല്ലാ ദിവസവും നമ്മള് പ്രോബ്ലവും അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണോ, അതോ കുറച്ച് തിയറി നോക്കി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കുക? അത് ഓരോ ദിവസവും പോകുന്ന നല്ലത്. തിയറി മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. മിക്സ് ആയിട്ട് തിയറിയും പ്രോബ്ലവും, അതുപോലെ തന്നെ ഒറ്റ സബ്ജക്ട് മാത്രം നോക്കി പോകരുത്. ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റിൽ തുടങ്ങി, അപ്പം എൻവയോൺമെന്റിൽ തീർത്തിട്ടേ ഇനി കെമിക്കൽ ഉള്ളൂ, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ തീർത്തിട്ടേ ഇനി മാത്സ് ഉള്ളൂ, അങ്ങനെ രീതി പോകരുത്. അത് മടുക്കുമെന്ന് മാത്രമല്ല, ഇപ്പൊ എൻവയോൺമെന്റിൽ തീർത്തു, അത് കഴിഞ്ഞ് അടുത്ത വേറൊരു ടോപ്പിക്ക് തുടങ്ങി, അതും തീർത്ത് കഴിയുമ്പോൾ ആദ്യം പഠിച്ച ടോപ്പിക്ക് പൂർണ്ണമായിട്ടും മറന്നു പോകും. മിക്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നതല്ല. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പൂർണ്ണമായിട്ടും റിവിഷന് മാത്രം മാറ്റി വെക്കുക. അന്ന് വേറെ പുതിയ ടോപ്പിക് ഒന്നും പഠിക്കണ്ട. അന്ന് വരെ പഠിപ്പിച്ചത് പോർഷൻ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം നീക്കി വെക്കുക. അത് നന്നായിരിക്കും. താങ്ക് യു സർ. ഓക്കെ, വേറെ? മിനിഷ പറഞ്ഞോളൂ. സർ, മാത്സില് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? കാണാവോ? മെട്രിസസ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ, ലാപ്ലേസ്, കോംപ്ലക്സ് അനാലിസിസ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? എൻവയോൺമെന്റലിന്റെ ബുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കോ? ഓക്കെ, എൻവയോൺമെന്റലിന്റെ ബുക്ക് ഉണ്ടല്ലോ.
ഇതാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കുകൾ. വാട്ടർ സപ്ലൈ ബൈ BC പുന്മിയ വളരെ നല്ല ബുക്കാണ്. അതുപോലെ വേസ്റ്റ് വാട്ടർ സപ്ലൈയും പുന്മിയ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക, നല്ല ബുക്കാണ്. ഓക്കെ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, ശിവസാറിന്റെ ബുക്കിനെക്കാളും നല്ലൊരു ബുക്ക് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ KTU സ്റ്റുഡൻസ് എല്ലാം പഠിക്കുന്ന ബുക്ക് തന്നെയാണ്. ശിവസാർ CT പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ശിവസാറിന്റെ ബുക്ക് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല ബുക്കാണത്. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണ് അതിൽ. പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ DK ഗുപ്ത, ന്യൂക്ലിയർ വേസ്റ്റ് മാനേജ്മെന്റ് മാൻസങ്ങിയും, പിന്നെ EIA ആണെങ്കിൽ ലാറിയുടെ ബുക്ക്. ഇതാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് പഠിക്കാനായിട്ട് പറ്റിയ ബുക്കുകൾ. സിവിൽ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്പീഡ് എങ്ങനെ കൂട്ടാൻ പറ്റും, അതാണ് ശ്രുതിയുടെ ചോദ്യം. ശ്രുതി, പ്രോബ്ലംസിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ചെയ്ത് നോക്കുക. പ്രാക്ടീസ് കൊണ്ടല്ലാതെ ഒരിക്കലും അത് കൂടുകയില്ല. നമ്മൾ രണ്ട് രീതിയിൽ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ചിലവർ പ്രോബ്ലം ജസ്റ്റ് നോക്കി പഠിക്കുന്നവരുണ്ട്. അവർ ചെയ്ത് നോക്കത്തില്ല, ജസ്റ്റ് നോക്കി പഠിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ്പീഡ് കിട്ടത്തില്ല. പ്രോബ്ലംസ് കാൽക്കുലേറ്ററിന്റെ സഹായം, നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴും കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ ചെയ്ത് പഠിക്കുക. അതല്ലാതെ ഒരിക്കലും നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുകയില്ല. പിന്നെ കോച്ചിങ് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ഓരോ ടിപ്സ് പറഞ്ഞു തരും. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടിപ്സ് ഒക്കെ അവർ പറഞ്ഞു തരും. നമുക്ക് ഭയങ്കരമായിട്ട് അത് സ്പീഡിന് ഹെൽപ്പ് ചെയ്യും. ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് അല്ലാതെ വേറെ മാർഗമില്ല. പ്രോബ്ലത്തിന് സ്പീഡ് കൂട്ടാൻ വേറെ ഒരു മാർഗവും. കേട്ടോ ശ്രുതി? ലക്ഷ്മി ചോദിച്ചോളൂ. ഹലോ സർ. സർ ആക്ച്വലി വന്നിട്ട് മാത്തമാറ്റിക്സിന്റെ സബ്ജക്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എൻറോൾ ചെയ്യാനായിട്ട് പറ്റുമോ സർ? തീർച്ചയായിട്ടും. ഇനി എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. മാത്സ് ഒക്കെ ഓൾറെഡി റെക്കോർഡഡ് ആണ്. ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഈ ടോപ്പിക്സ് എല്ലാം ഓൾറെഡി റെക്കോർഡഡ് ആണ്. അത് നിങ്ങൾക്ക് താഴെ ഈ ഇതിന്റെ തൊട്ട് താഴെ തന്നെ അതിന്റെ ലിങ്ക് ഉണ്ടാവും, പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക്. മാത്സ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ. ഇല്ല, ഞാൻ ചോദിച്ചത് വന്നിട്ട് നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗും പിന്നെ മാത്സും രണ്ടും കൂടെ ഒന്നിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റുമോ? പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള ബണ്ടിൽ കോഴ്സും ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് ലക്ഷ്മി, എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞോളൂ. അതുകൊണ്ടാ സർ ചോദിച്ചത്. അപ്പം എനിക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന മീൻസ് രണ്ടും കൂടെ ഒന്നിച്ച് തരാനായിട്ട് പറ്റുമോ സർ? ഞാൻ തീർച്ചയായിട്ടും രണ്ടും കൂടെ ഒന്നിച്ച്, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എക്സാമിന് വേണ്ടി മാത്രമായിട്ടുള്ള ബണ്ടിൽ കോഴ്സ് ഉണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന മാത്സ്, എൻവയോൺമെന്റിലെ കെമിക്കൽ, ഇത് മൂന്നുമായിട്ടുള്ള ബണ്ടിൽ കോഴ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പ്രീവിയസ് സ്റ്റുഡന്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ടും ഒക്കെ ഉണ്ടാവും. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ദുജന പറഞ്ഞോളൂ. സർ, ഞാൻ ഈ ലൈവ് ബാച്ചിലുള്ളതാണ് സർ. പുതിയതായിട്ട് തുടങ്ങിയ ബാച്ചിലെയോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലാണ് സർ. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സിലബസ് എടുക്കുന്നത് PCB സിലബസ് അനുസരിച്ചായിരിക്കും സർ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇത്രയും നാള് നമുക്ക് അങ്ങനെ എടുക്കാനുള്ള വഴി ഇല്ലാതിരുന്നത്, സിലബസ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ സിലബസ് വന്ന സ്ഥിതിക്ക് ഇനി അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് ആവുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് എല്ലാം സെറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. എഞ്ചിനീയറിംഗ് മാത്സിന്റെ ടെസ്റ്റ്, റെഫറൻസ് ടെസ്റ്റ് ഫിന ചോദിച്ചിട്ടുണ്ട്. ഫിനയ്ക്ക് മാത്സിന്റെ റെഫറൻസ് പറഞ്ഞു തരാം. ഇതാണ് മാത്സിന്റെ റെഫറൻസ് ടെസ്റ്റ് കേട്ടോ. നല്ല ബുക്കാണ്. ഈ ഗ്രിവാൾ വളരെ നല്ല ബുക്കാണ്. മാത്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ചല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും, ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നു, ഏതെങ്കിലും ഇവിടുത്തെ കോഴ്സ് തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ്, ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവർ ഒരുപാട് ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. അത് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. ഇപ്പൊ ഇവിടുത്തെ വീഡിയോ ആണെങ്കിൽ ഞാൻ കെമിക്കലിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ വീഡിയോ സെഷൻ കഴിയുമ്പോഴും ആ വീഡിയോ സെഷനിൽ നിന്നുള്ള പ്രോബ്ലംസ്
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോ സെഷൻ കഴിയുമ്പോഴും ഓൺലൈൻ ടെസ്റ്റ് ആയിട്ട് തന്നെ. സോ അവിടെ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റും പഠിക്കാം, വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് അതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഏത് രീതിയിലുള്ള പ്രോബ്ലം ആണ് പഠിക്കേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് വേണ്ട. 1 or 2 സ്റ്റെപ്പിൽ തീർക്കാവുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് എന്നതിന്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾ ആ പ്രോബ്ലംസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ. ലക്ഷ്മി പറഞ്ഞോളൂ. ഹലോ സർ. സർ ഞാൻ 21 ഓൺലൈൻ ബാച്ചിലുള്ളതാണ്. 2021 ഓൺലൈൻ ബാച്ചാണ്. ഇപ്പം തീരാറായി, ടൈം കഴിയാറായി. അപ്പോൾ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓൾറെഡി എല്ലാം കവർ ആയിരുന്നു. അപ്പോൾ സിലബസ് വരുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ ഇനി ഈ സിലബസ് അനുസരിച്ച് എന്തെങ്കിലും ബാലൻസ് ഉള്ളതാണെങ്കിൽ അത് കവർ ചെയ്യുമോ സർ? എത്ര നാൾ കൂടിയുണ്ട് ഇനി കോഴ്സ്? 2 months, മോസ്റ്റ് പ്രോബബ്ലി 2 months എന്തോ ഉള്ളൂ. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും കേട്ടോ, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കെമിക്കലി നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ചുകൂടി പോർഷൻസ് ആണല്ലോ ആഡ് ചെയ്തത്. നമ്മൾ ഇത്രയും ബേസിക്സ് ആണ് പ്രതീക്ഷിച്ചത്. അപ്പം ഒത്തിരി പോർഷൻസ് ഇൻഡെപ്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റെക്കോർഡിംഗ് നടക്കുകയാണ്. അത് അപ്ഡേറ്റ് ചെയ്യും ഓരോന്നും. എന്തോ ലൈവ് ക്ലാസ് ആയിരിക്കും? ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും? അല്ല, റെക്കോർഡഡ് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നോളും. നിങ്ങൾ പർച്ചേസ് ചെയ്തേക്കുന്നതാണെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യും. ലൈവ് ആയിരിക്കില്ല, റെക്കോർഡഡ് വേർഷൻ. ഓക്കെ. അപ്പൊ ഗ്രൂപ്പിൽ വന്നിരുന്ന ബാലൻസ് ഉള്ളത് എന്തും ക്ലാസ്സസ് ആയിട്ട് തരാം. അതിപ്പം കെമിക്കൽ മാത്രമേ ഉള്ളൂ, അതോ മാത്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കോ? എല്ലാത്തിന്റെയും ഉണ്ടാവും. മാത്സ് കാണത്തില്ല കേട്ടോ, കെമിക്കലിന്റെ എല്ലാം ഉണ്ടാവും. ഓക്കെ. താങ്ക് യു സർ. ശരി. അഞ്ജു പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. നമുക്കിപ്പോ ഓൾറെഡി ഒരു PCBയുടെ ബണ്ടിൽ അവൈലബിൾ ആണല്ലോ. അതെ. അപ്പൊ അതിന്റെ അകത്ത് ഇനിയിപ്പോ നമ്മളിപ്പോ സബ്സ്ക്രൈബ് ചെയ്താലും ഈ പുതിയതായിട്ട് വന്ന ഈ സിലബസിൽ പുതിയതായിട്ടുള്ളത് ഇപ്പൊ തന്നെ ആഡ് ചെയ്യോ, അല്ലെ അത് നമുക്ക് കിട്ടോ? തീർച്ചയായിട്ടും കിട്ടും. കാരണം മാത്സ് ഞാൻ പറഞ്ഞല്ലോ, മാത്സ് ഒക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ ഇട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന അതേ ടോപ്പിക് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഓൾറെഡി ഉണ്ട്. നമ്മളുടെ പ്രതീക്ഷ തെറ്റിച്ച് വന്നത് കെമിക്കലിന്റെ കുറച്ച് ആഡഡ് കാര്യങ്ങളാണ്, എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ. അതിന്റെ റെക്കോർഡിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ. അത് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അത് മൊത്തം പൂർത്തിയായിട്ടില്ല, ഓരോ ടോപ്പിക്ക് പൂർത്തിയാവുന്നതിനനുസരിച്ചും പിള്ളേർക്ക് സ്റ്റുഡൻസിന് എത്രയും ഉപകാരപ്പെടുന്നു അത്രയും പെട്ടെന്ന് നമ്മളത് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. പറഞ്ഞോളൂ നസ്രീൻ. ഹലോ സർ. ഹലോ സർ. ടെസ്റ്റ് സീരീസ് ഇല്ലേ, PCBയുടെ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് കിട്ടുമോ? അവൈലബിൾ ആണോ? ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് അവൈലബിൾ ആണ്. നമ്മളുടെ സിവിൽ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആപ്പിന്റെ അകത്ത് കോഴ്സസിന്റെ അകത്ത് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ ഇതിന്റെ അകത്ത് കയറിയാൽ മതി. അതിൻ്റെ അകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടെസ്റ്റ് സീരീസ് ആണ്. സിവിൽ ആപ്പിൽ കയറിയാൽ മതി കേട്ടോ. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ സിവിൽ ആപ്പ്? ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നോക്കിയാൽ മതി, ടെസ്റ്റ് സീരീസ് എന്നുള്ള ഇതിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ നോക്കണം അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന്. അപ്പൊ അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഇത് ഓൾറെഡി മീൻസ് പുതിയ കുറെ ടോപ്പിക്സ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യോ ടെസ്റ്റ് സീരീസ്? അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ സർ, താങ്ക് യു. ടെസ്സി പറഞ്ഞോളൂ. ടെസ്സി. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ടെസ്സി. ഞാൻ 2021 ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ഓൺലൈൻ ബാച്ചിൽ അല്ലേ? ഓൺലൈൻ ബാച്ചിന്റെ. അപ്പം എന്റെ കോഴ്സ് അടുത്ത മാസം എക്സ്പയർഡ് ആവും. നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് ആഡ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ? ഇനി ഇപ്പം സിലബസിൽ ഇപ്പൊ എടുത്തിട്ടില്ലാത്ത ക്ലാസ് ബാക്കി ആഡ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാനത് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ അവൈലബിൾ ആയിരിക്കുമോ? തീർച്ചയായിട്ടും. കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സർ. മെറിൻ പറയൂ. മെറിൻ. ഈ പറഞ്ഞ ഡയറക്റ്റ് കോച്ചിങ്ങിന് എനിക്കിപ്പം വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പം പറ്റത്തില്ല. അപ്പൊ ഓൺലൈൻ കോച്ചിങ് കൊണ്ട് ഈ പറഞ്ഞ പോലെ എഫക്റ്റീവ് ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഓൺലൈൻ കോച്ചിങ്. ഇപ്പൊ ഞാൻ ഈ ഡയറക്റ്റ് കോച്ചിങ്ങിന്റെ കാര്യം എടുത്തു പറഞ്ഞത് അജിതയുടെ കേസാണ്. അജിതയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടയ്ക്ക് വെച്ച് ടച്ച് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ വീട്ടില് സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കോച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞത്. നമുക്ക് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം കണ്ടു പഠിക്കാം. അതായത് നമ്മൾ കൺവെൻഷണൽ രീതിയിലുള്ള ക്ലാസ്സസ് അല്ല. നിങ്ങൾ യൂട്യൂബിൽ തന്നെ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ സാമ്പിൾ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
കൺവെൻഷണൽ രീതിയിലല്ല എടുക്കുന്നത്. ഓരോ വീഡിയോ സെഷൻ കഴിയുമ്പോഴും അന്ന് പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ള ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിൽ നിന്നും എല്ലാം ഉള്ളതാ. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്യുറസി റേറ്റ്, നിങ്ങൾ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ എടുക്കുന്ന ടൈം, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതെല്ലാം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓരോ വട്ടം അത് ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇംപ്രൂവ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ സാർ, ഇപ്പൊ ഓൺലൈൻ കോച്ചിങ് എല്ലാം 1 ഇയറിലേക്കല്ലേ? ഇപ്പൊ ഞാൻ 1 ഇയർ ആണ്. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ചാ. ഇതെല്ലാം ലൈവ് പ്ലസ് റെക്കോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് ഇപ്പൊ 9:30 ക്ലാസ് പറഞ്ഞു, നിങ്ങൾക്ക് 9:30 നിങ്ങൾക്ക് വേറൊരു എൻഗേജ്മെന്റ് വന്നു, നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ 24 മണിക്കൂറിനകം ആ ലൈവ് ബാച്ചിന്റെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ക്ലാസ്സസ് ഒന്നും മിസ്സാകുന്നില്ല. ഈവൻ 7 മാസം കൊണ്ട് കോഴ്സ് നമ്മുടെ കഴിയും. 7 മാസം എടുക്കും കോഴ്സ് കഴിയാൻ. വീണ്ടും ഒരു 5 മാസം കൂടെ നിങ്ങൾക്ക് അതിന്റെ എല്ലാം റെക്കോർഡഡ് വേർഷൻ കിട്ടും. അതാ 1 ഇയർ കൊണ്ട് കോഴ്സ് തീർക്കുമെന്നല്ല, 7 മാസം കൊണ്ട് കോഴ്സ് തീർക്കും. പക്ഷെ ഇതിന്റെ വീഡിയോസും മറ്റ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് 1 ഇയർ വരെ ഉണ്ടാവും. കോംപ്ലിമെന്ററി മീൻസ് ബുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്റെ കൂടെ. ഞാനിപ്പം ബുക്ക് ഓൾറെഡി സിവിലിയൻസിന്റെ നോട്ട്സ് വെച്ചിട്ട്, സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. ഹാൻഡ് റിട്ടൺ നോട്ട്സ്. അപ്പൊ ഇനിയിപ്പം ഇപ്പൊ ജോബ് ആയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഇപ്പം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്തുമാത്രം എഫക്റ്റീവ് ആയിരിക്കും. ഡയറക്റ്റ് കോച്ചിങ് ഇപ്പൊ എന്തായാലും ഉടനെ പറ്റില്ല വന്ന് ജോയിൻ ചെയ്യാനായിട്ട്. വീട് ഏറ്റുമാനൂരാണ്, കോട്ടയത്ത്. ഇനി ഫ്യൂച്ചറിലേക്ക് വല്ലതും സിവിലിയൻസ് അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ടോ ഇപ്പം? കോട്ടയത്തു നിന്നൊക്കെ എൻക്വയറീസ് ഇതുപോലെ വരുന്നുണ്ട്. പക്ഷേ തൽക്കാലം ഈ കോവിഡിന്റെ വിഷയമൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് വരാത്തത്. നേരത്തെ എറണാകുളത്ത് ഈവനിങ് ബാച്ച്, എറണാകുളത്തും ഉണ്ടായിരുന്നു, എറണാകുളത്തും കൊല്ലത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് അവിടുന്ന് മാറേണ്ടി വന്നതാണ്. എല്ലായിടത്തും ഒരേപോലെ കോവിഡ് ആയ സമയത്തെ. അതുപോലെ വേറൊരു കാര്യം ഇപ്പം മെറിൻ പറഞ്ഞപ്പോഴാണ് വിട്ടുപോയത്. നിങ്ങള് മെറിന്റെ ഇത്രേ ഉള്ളൂ. മെറിൻ തീർച്ചയായിട്ടും ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഒത്തിരി വൈകരുത്, കാരണം ഇനിയും വൈകി കഴിഞ്ഞാൽ സമയം കിട്ടിയത്. അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവര് ഈ ക്ലാസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ പഠിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് ഈ കാണുന്ന ബുക്ക്. ഇത് റെഫറൻസ് ബുക്ക് ഒന്നുമല്ല, സിവിലിയൻസിന്റെ ഹാൻഡ് റിട്ടൺ ബുക്കാണ്. ഇവിടെ പഠിച്ച റാങ്ക് വാങ്ങിയ ഒരു കുട്ടി സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ ഒരു ബുക്കാണ്. ഇതിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെമിക്കലുകാർക്ക് നിങ്ങൾക്ക് സിവിൽ പോർഷൻസ് പഠിക്കാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും ഈ ബുക്ക്. ഇത് ഓൺലൈനിൽ സിവിൽ ആപ്പിൽ അല്ലെങ്കിൽ സിവിലിയൻ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പറഞ്ഞോളൂ മിനിഷ. സർ, വാട്ടർ അതോറിറ്റി ഏത് മാസം എക്സ്പെക്ട് ചെയ്യാം? അത് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മ PSCയുടെ കാര്യം ആയതുകൊണ്ട് അതിൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ സർ. ഓക്കെ, അയോമി പറയൂ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞു. ഹലോ. പിന്നെ ആണെങ്കിലേ നമ്മളിപ്പോ ഞാനിപ്പോ അവിടുത്തെ ഓൺലൈൻ ബാച്ചിലുണ്ട്. ഇപ്പോഴത്തെ ബാച്ചാണോ അതോ കഴിഞ്ഞ ബാച്ചാണോ? ഇപ്പോഴത്തെ ബാച്ച്, ഇപ്പൊ കറന്റ്ലി പോകുന്ന ബാച്ച്. അപ്പൊ അതില് നമുക്ക് ഈ PCBന്റെ പോർഷൻ കവർ ചെയ്യോ? തീർച്ചയായിട്ടും കവർ ചെയ്യും. ഓക്കെ സാർ. അഞ്ജു പറയൂ. ഹലോ സാർ, ഒരു ഡൗട്ട് ഉണ്ട്. സാർ, ഈ നമ്മളിപ്പോ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒരു ബണ്ടിലും കൂടെ ഉണ്ടല്ലോ, അതിലും ഈ PCBAയുടെ പോർഷൻസും അതിനകത്തുണ്ട്, രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ബണ്ടിലും ഈ എക്സ്ട്രാ ആയിട്ടുള്ള പോർഷൻസ് അതിലും ആഡ് ചെയ്യോ? ആഡ് ചെയ്യും. അതിലും ആഡ് ചെയ്യുമല്ലോ, അല്ലാതെ PCBയുടെ ബണ്ടിൽ മാത്രമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിന് ആക്ച്വലി കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ല. എന്നിട്ട് ഇവിടുന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തത് അത് ഈ എക്സാമും കൂടെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഇവിടുന്ന് തന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യും.
ഓക്കെ റിപ്പീറ്റ് ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ ഹലോ സർ. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. സർ, അസിസ്റ്റന്റ് പ്രൊഫസറുടെ നോട്ടിഫിക്കേഷനിൽ PhD മാൻഡേറ്ററി ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ അത് വാലിഡ് ആണോ സർ? അത് ആക്ച്വലി അത് പറയേണ്ടത് ഞാനല്ല. ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, APE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇപ്പം PhD മാൻഡേറ്ററി ആക്കി എന്നുള്ളത്. അതിന് ആക്ച്വലി അത് ഹയർ എഡ്യൂക്കേഷൻകാരാണ് അത് പറയേണ്ടത്. അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് അവരാണ്. ഇപ്പോൾ ഏതായാലും ആരെങ്കിലും അത് കോർട്ടിൽ ചലഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഏതായാലും നിങ്ങൾ ഇപ്പൊ PhD മാൻഡേറ്ററി ആക്കി എന്നും പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ പഠനം നിർത്തരുത്. ഒരു കാരണവശാലും പഠനം നിർത്തില്ല. ആ ഉത്തരവിന്റെ അകത്ത് വ്യക്തമായിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം 2023 ജൂലൈ മാസം 1-ാം തീയതി മുതലാണ് അത് വാലിഡ് ആവുന്നത്. അപ്പൊ ഒരു കാരണവശാലും ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം ഇതാണ്: ഒരു കാരണവശാലും നിങ്ങൾ പഠനം നിർത്തരുത്. PhD ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു കാരണവശാലും പഠനം നിർത്തരുത്. അത് വേണമെങ്കിൽ മാറ്റാം, ചോദ്യം ചെയ്യപ്പെടാം, കോർട്ടിൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു തീരുമാനമാണത്. എന്തായാലും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. അവരുടെ ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ പഠനം നിർത്തരുത്. APEക്ക് പഠിക്കുന്നവർ, കാരണം അത് വളരെ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണത്. വളരെ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയാൽ ഇനി തീരുമാനമാകട്ടെ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള സമയം കിട്ടുകയില്ല. പിന്നെ അർച്ചന അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പഠനം നിർത്തരുത് കേട്ടോ. ഓക്കെ സർ. ഐഷ പറഞ്ഞോളൂ. ഹലോ സർ. ഞാൻ PCBയുടെ 10 ടെസ്റ്റ് സീരീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് അല്ല. അത് പിന്നീട് ആഡ് ചെയ്യൂ അതോ? PCBയുടെ ടെസ്റ്റ് സീരീസ് ആണോ പർച്ചേസ് ചെയ്തത്? അതെ, 10 ക്വസ്റ്റ്യൻ ടെസ്റ്റ് സീരീസ്. അത് അപ്ഡേറ്റ് ചെയ്യും. കാരണം നമുക്ക് സിലബസിൽ അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ സിലബസ് വന്നപ്പോ അല്ലേ മാത്സ് കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് അത് ഇതിനു മുമ്പ് ഇല്ലാതിരുന്നത്. അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ സാർ, ഞാൻ മാത്സിന്റെ ഇത് സെപ്പറേറ്റ് കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതില് എഞ്ചിനീയറിംഗ് മാത്സ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് ഇതിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെ എടുത്താൽ മതിയോ? സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതിന്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. മാത്സ് മാത്രം മതി, അത് ബണ്ടിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. ബണ്ടില് ഞാൻ നേരത്തെ എടുത്ത കോഴ്സ് കഴിഞ്ഞായിരുന്നു, 1 ഇയർ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മാത്സിന്റെ ലിങ്ക് ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നു ഫോക്കസ് ഏരിയ കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. ഞാൻ ഏതായാലും അതിന്റെ ലിങ്ക് കൂടെ കൊടുക്കാം താഴെ. ഫോക്കസ് ഏരിയ കോഴ്സ് എടുത്തിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. പറയൂ മീനു. ഹലോ സർ, നമ്മൾ PCBയുടെ സിവിലിന്റെ എടുക്കില്ലേ പോർഷൻസ്, അത് നമ്മൾ AEക്ക് പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം? മീൻസ് പ്രോബ്ലമാറ്റിക് ആയിട്ട് സിവിൽ പോർഷൻസ്. PCBയിലെ സിവിലിന്റെ പോർഷൻസ് ഇല്ലേ, അത് നമ്മള് ഫുൾ പ്രോബ്ലംസ് ആയിട്ട് തന്നെ വേണമല്ലേ? കാരണം ഡ്യൂറേഷൻ കൂട്ടിയിട്ടുണ്ടല്ലോ, എക്സാം ഡ്യൂറേഷൻ. ചിന്തിച്ചൂടെ, ഇത്രയും സമയം ഉണ്ടല്ലോ, കുറച്ച് പ്രോബ്ലം ഇട്ട് കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചാൽ തീർന്നില്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ AEയുടെ ഒരു ലെവലിലുള്ള പോലെ തന്നെ വരുമായിരിക്കും. അത് തന്നെ നോക്കണം, AEയുടെ ലെവലിൽ തന്നെ നോക്കണം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എൻവയോൺമെന്റൽ പോർഷൻ ആണല്ലോ സിമ്പിൾ ആയിരിക്കുമല്ലോ. അല്ല, കെമിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്കും കൂടി ഉള്ള കാരണം ഇനി അത് ബേസ് ആയിട്ടാണോ സിവിൽ? അതെ അതെ. ഓക്കെ സർ, താങ്ക് യു. For the worst എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, പറയൂ ജയ്ജു. ഹലോ സാർ. പറഞ്ഞോളൂ ജയ്ജു. സാർ, ഞാൻ കഴിഞ്ഞ വർഷത്തെ ജൂണിലെ ഓൺലൈൻ ബാച്ചാണ്. ഈ വർഷം ജൂണിൽ അത് തീരും കോഴ്സിന്റെ ഡ്യൂറേഷൻ. അപ്പോ അതിനകത്ത് മാത്സിന്റെ പോർഷൻ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ AEയുടെ ഇതാണ് എടുത്തത്, മറ്റേ 25,000. അപ്പം മാത്സിന്റെ ഇപ്പം PCBയുടെ സിലബസ് വന്നപ്പോൾ മാത്സും സാറ് കെമിക്കലിന്റെ കുറച്ച് പോർഷനൊക്കെ ആ
കോഴ്സിനകത്ത് ഉണ്ടായിരുന്നു അവസാനം. പക്ഷെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് കെമിക്കലിന്റെ പോർഷൻസ് ഒരുപാടുണ്ടല്ലോ. ഒരുപാടുണ്ട്. അപ്പം അതും അതിന്റെ കുറച്ചെങ്കിലും ഒന്ന് കവർ ചെയ്യുമോ, അതോ ആ മാത്സും കൂടെ? എത്ര നാൾ കൂടിയുണ്ട് ജയ്ജുവിന്റെ കോഴ്സ് വാലിഡിറ്റി? എനിക്ക് ഈ വരുന്ന ജൂണിൽ കഴിയും. ജൂണിൽ കഴിയും. അപ്പം തീർച്ചയായിട്ടും കിട്ടും, അപ്ഡേഷൻ കിട്ടും. നമ്മളത് മാത്സ് അപ്ഡേറ്റ് ചെയ്യും ഉടനെ. അതിന്റെ റെക്കോർഡ് എല്ലാം കഴിഞ്ഞതാണ്, ഓൾറെഡി എടുത്തതാണ്. കെമിക്കൽ റീസെന്റ് ആയിട്ടല്ലേ നമ്മൾ അറിഞ്ഞത്. സോ അത് റെക്കോർഡിംഗ് ഇപ്പൊ ഞങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുന്ന മുറയ്ക്ക് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ജൂണിൽ എത്രയും പെട്ടെന്ന് തീരും, അത്രയും ഒന്നും ടൈം പോവില്ല. തീർച്ചയായിട്ടും ജയ്ജുവിന് പഠിക്കാനുള്ള സമയം കിട്ടും. ഏതായാലും നാളെ ഇവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോഴ്സിന്റെ ക്ലാരിഫിക്കേഷനെ പറ്റി കേട്ടോ. സാർ അതുപോലെ തന്നെ അതിനകത്ത് എൻവയോൺമെന്റിന്റെ പോർഷനും വളരെ മറ്റേ എയുടെ സിവിൽ അനുസരിച്ചുള്ള ടോപ്പിക് സാറ് തന്നെ കവർ ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പോഴത്തുള്ളതിനകത്തും കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. കാരണം നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഏതൊക്കെ വരുമെന്ന്. നമുക്ക് ഇത് സിലബസ് ഇവർ ഇടാത്തിടത്തോളം കാലം നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, പഴയ എയുടെ തന്നെ പഠിപ്പിക്കുക. അല്ലാതെ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇവർ എന്തൊക്കെ ചോദിക്കുമെന്ന്. അതുകൊണ്ടാണ് അത് ഇത്രയും നാൾ വിടാഞ്ഞത്. ഇപ്പൊ സിലബസ് വന്ന സ്ഥിതിക്ക് നമ്മൾ അതിന്റെ വീഡിയോ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് ഞാൻ ചേർന്നത്. ഇപ്പൊ ഈ ജൂൺ 5 ആകുമ്പോ എന്റെ കോഴ്സിന്റെ കാലാവധി കഴിയും. എന്തായാലും അപ്ഡേഷൻ കിട്ടാൻ സാധ്യത ഉണ്ടല്ലേ? എന്തായാലും നാളെ തന്നെ ഓഫീസിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തേക്ക്. ഓക്കെ, താങ്ക്സ് സാർ. പറയൂ എഡ്വിൻ കുര്യൻ. സാർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. സാർ ഞാനിപ്പോ ആക്ച്വലി ഈ കോച്ചിങ്ങിന് ജസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ. എവിടെയാണ്? കോഴിക്കോടാണ് വീട്. അപ്പോ ഓൺലൈൻ കോഴ്സ് തന്നെ റെക്കോർഡഡ് വീഡിയോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ നമ്മളതിന് നോട്ട്സ് എഴുതി കുറെ ടൈം പോവല്ലോ. നോട്ട്സ് എഴുതാൻ തന്നെ ഒരു അത്യാവശ്യം ടൈം ആവുമല്ലോ. അപ്പോ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വാങ്ങിച്ചിട്ട് ആ നോട്ട്സ് ക്ലാസ് കണ്ടുപോകുന്ന സമയത്ത് ആ നോട്ട്സ് കാണുകയും അതിനുശേഷം പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് അതിനുശേഷം ലാസ്റ്റ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആ സമയത്ത് എഴുതി വെക്കുന്നതായിരിക്കുമോ നല്ലത്? സാറിന്റെ ഒരു സജഷൻ. അപ്പൊ അതിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണിത്, ഹാൻഡ് റിട്ടൺ നോട്ട്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് MCQ വേണമെങ്കിൽ അതുകൊണ്ട്. ഏതായാലും ഞാൻ നോട്ടിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് അതിന്റെ കാര്യം മാത്രം പറയാം. നമ്മൾ ഇത്രയധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് വേറെ ഇല്ല സിവിൽ എഞ്ചിനീയറിംഗ്. അതും പ്രത്യേകം പറയുന്നു, ഒരു റാങ്ക് വാങ്ങിയ കുട്ടിയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രിന്റഡ് നോട്ട് അല്ല ഇത്, ടൈപ്പ് ചെയ്തതല്ല. അവരുടെ സ്വന്തം കൈപ്പടയിൽ, അതായത് ആ കുട്ടിയുടെ ഓരോരോ ടിപ്സും അല്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം അതിന്റെ നോട്ട് അതുപോലെ നമ്മൾ ബുക്കാക്കിയേക്കുന്നതാണിത്. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ തീർച്ചയായിട്ടും ആവും. പിന്നെയും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഇപ്പൊ എഡ്വിൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ അതേ ഓർഡറിലായിരിക്കില്ല ഇവിടെ ഈ കുട്ടി ബുക്ക് എഴുതിയേക്കുന്നത്. പക്ഷെ എല്ലാം അതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ഉണ്ടാവും. 1000-ലധികം പേജസ് ഉണ്ട്. കണ്ടന്റ് ഒരുപാട് അഡീഷണൽ ഉണ്ടാവും. ഏതായാലും വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആള് നോട്ട് എഴുതേണ്ടത്? കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നോട്ടും രണ്ട് രീതിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പോയിന്റ് മാത്രം മതി, അല്ലാതെ ആവശ്യമില്ലാത്ത ഫുൾ ഇതൊന്നും എഴുതി വെക്കേണ്ട, കഥയൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഈ ബുക്കിൽ അങ്ങനെയാണ്, കാര്യം മാത്രം, വേറെ വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. ടൈം അധികം പോവാതിരിക്കാനുള്ളതാണ് ഞാൻ. അതെ, ടൈം അധികം പോവാതിരിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാം. കാരണം പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതൊരു ബേസ് ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇത് ഹാർഡ് കോപ്പി ആയിട്ടല്ലേ? അതെ, ഹാർഡ് കോപ്പിയാണ്. അത് നമ്മൾ സാധാരണ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ സിവിലിയൻ സ്റ്റോറിൽ നിന്നാലും പർച്ചേസ് ചെയ്യാം. അത് നമ്മളെ ബുക്കൊക്കെ കിട്ടുന്നത് പോലെ വന്നോളൂ. അതായിരിക്കും ബെറ്റർ അല്ലേ? അതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. നല്ലൊരു ബുക്ക് നമുക്ക് ഇപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ട് എഡ്വിന് വേണമെങ്കിൽ എഡ്വിന്റെ സ്വന്തം കൈപ്പടയിൽ ബുക്ക് ഇതുണ്ടാക്കാം, നോട്ട്സ് ഉണ്ടാക്കാം വേണമെങ്കിൽ. ചിലവർക്ക് സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് തന്നെ ഡീറ്റെയിൽ ആയിട്ടുണ്ടല്ലോ ഈ നോട്ട്സ്. അപ്പൊ നമുക്കത് ഷോർട്ട് നോട്ട്സ് ഇതിൽ നിന്ന് നമുക്ക് പിന്നെ ഉണ്ടാക്കാം, തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഇത് എഡ്വിൻ വിചാരിക്കുന്ന അത്ര കുഞ്ഞു ബുക്കല്ല, നല്ല സൈസുള്ള ബുക്കാണ്. നമുക്ക് പഠിക്കേണ്ട എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഇതിനകത്ത്.
ഓക്കെ എല്ലാ സബ്ജക്റ്റും. മാത്സ് ഒക്കെ ഉണ്ട്. മാത്സ് വരത്തില്ല, മാത്സ് സിവിൽ സബ്ജക്ട്സ്. ഓക്കെ ഫൈൻ. മാത്സ് ഇപ്പൊ വന്നല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നല്ലേ മാത്സ്. ഓക്കെ. സിവിൽ സബ്ജക്റ്റ് കെമിക്കൽ ഒക്കെ ഉണ്ടോ? എന്തോ കെമിക്കൽ സിവിൽ മാത്രമേ ഉള്ളൂ. സബ്ജക്ട്, സിവിൽ സിവിൽ സബ്ജക്ട്, മാത്രമേ. ഓക്കെ ഫൈൻ കെമിക്കൽ ഫൈൻ. ഇല്ല. ഇല്ല. താങ്ക് യു സർ. ഹലോ സർ. ഹലോ സർ, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി പറഞ്ഞോളൂ. സാർ, എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു നമ്മുടെ ഈ സിവിലിൽ തന്നെ ഒരു ടോപ്പിക് എടുത്താൽ നമുക്കത് ഓവർസിയർ ലെവലിൽ പ്രിപ്പയർ ചെയ്യാം, ലെവലിൽ പ്രിപ്പയർ ചെയ്യാം. അതെ. അപ്പൊ എനിക്ക് എവിടെയാ ഡ്രോബാക്ക് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞാനൊരു ലെവൽ പ്രിപ്പറേഷനിലല്ല എന്നാണ് എന്റെ മൈൻഡിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നതല്ല. അപ്പൊ ഞാൻ അതിൽ എന്താ മാറ്റം വരുത്തേണ്ടത് സർ? ലെവലിൽ പഠിക്കുന്നതാക്കാൻ ഞാൻ പ്രോബ്ലം കൂടുതൽ ചെയ്യണോ, അതെ ഞാൻ പഠിക്കുന്നത് സിലബസ് അനുസരിച്ച്? സാറിന്റെ അഭിപ്രായം എന്താ? അതെല്ലാവർക്കും പറ്റുന്ന ഒരു ഇതാണ്. നമ്മൾ ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും, പിന്നെ നമ്മൾ മടിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓവർസിയൽ ലെവൽ മാത്രം പഠിക്കാനായിട്ട് തുടങ്ങും. അതിന് ചെയ്യാനുള്ളത്, ഇപ്പൊ എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ GT കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. FM, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ RCC, സ്റ്റീല്, മോസ്, ഈ ഒരു സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസും സർവേയിങ്ങും അതാണോ? അല്ല സാർ, അങ്ങനെയല്ല. ഇപ്പൊ സാറ് പറഞ്ഞു ഇപ്പൊ ഈ നമ്മുടെ ഹാൻഡ് റൈറ്റൻ ബുക്ക് ഇല്ലേ, അതില് നമ്മുടെ ഉള്ള എല്ലാ ബേസ് ഉണ്ട്, പക്ഷെ പ്രോബ്ലം ഇല്ലല്ലോ. പ്രോബ്ലം അതിന്റെ അകത്ത് പ്രോബ്ലം ഉണ്ടല്ലോ അതിന്റെ അകത്ത്. അല്ല സർ, ഇതിന്റെ സെയിം ബുക്ക് അല്ലേ നമുക്ക് ഓൺലൈൻ കിട്ടുന്നത്? അതെ. അതിനകത്ത് ഇതിന്റെ അകത്ത് കുറച്ചുകൂടി നമ്മൾ അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട് നമ്മള് പ്രിന്റഡ് ബുക്കില്. പ്രോബ്ലംസ് ആക്ച്വലി ഇപ്പം മോസിന്റെ ഒക്കെ മെക്കാനിക്സിന്റെ ഒക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നോക്കുന്നതാണ്. അതിനകത്ത് ആവശ്യത്തിന് പ്രോബ്ലം ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ MCQ ബുക്ക് ഉണ്ട്. MCQ, സിവിലിയൻസിന്റെ MCQ ബുക്ക് ഉണ്ട്. അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓവർസിയർ ലെവലിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഓവർസിയറിന് ഇപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം, നമ്മൾ പഠിച്ചു കുറെ മടുത്ത് കഴിയുമ്പോൾ, കട്ടിയായിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിച്ച് മടുത്ത് കഴിയുമ്പോൾ ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതിലൊക്കെ അഭയം പ്രാപിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ പോവാതിരിക്കുക. നമുക്ക് ലെവലില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്. FM പഠിക്കണം, GT പഠിക്കണം, ട്രാൻസ്പോർട്ടേഷൻ, RCC പഠിക്കണം, സ്റ്റീല് പഠിക്കണം. ഈ സബ്ജക്റ്റ് എല്ലാം മാറി മാറി പഠിക്കുക. കാരണം ഓവർസിയർ ലെവൽ സബ്ജക്ട് പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും, പക്ഷെ ഇത് കുറച്ച് സമയമെടുത്ത് ബേസ് മുതൽ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റാണ്. ഇത് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതും തിയറി അല്ല, ഓരോ പ്രോബ്ലം വരുമ്പോഴും, അല്ലെങ്കിൽ ഈ ഗേറ്റിനൊക്കെ ചോദിക്കുന്ന ബേസ് പ്രോബ്ലം ഉണ്ട്, 1 മാർക്ക് പ്രോബ്ലം, അതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രോബ്ലംസ് കൂടുതലായിട്ട് നോക്കുക. ഇപ്പം ഇപ്പൊ GT എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മള് സോയിലിന്റെ ഒക്കെ വോയിഡ് റേഷ്യോ അല്ലെങ്കിൽ പോറോസിറ്റി അത് വെച്ചിട്ടുള്ള സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെയാണ്. അത് തിയറി ആയിട്ടും ചോദിക്കാം, അതിന്റെ തന്നെ പ്രോബ്ലംസും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അതൊക്കെ ചെയ്ത് നോക്കുക. MCQ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അതിന്റെ അകത്ത് പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗേറ്റിന്റെ ഒക്കെ ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ അകത്ത് ഒത്തിരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നമ്മുടെ ആപ്പിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ www.civilians.in കയറി കഴിഞ്ഞാൽ പബ്ലിക്കേഷൻസിന്റെ അകത്ത് അതിന്റെ ഡീറ്റെയിൽസ്, ബുക്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പൊ ഓരോ ബുക്കിന്റെയും താഴെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിനകത്ത് എന്താ ഉള്ളതെന്ന്. അത് വായിച്ചു നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ജിബിൻ പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോ സാർ. ഇതിപ്പോ ഉണ്ടല്ലോ, ഞാൻ ഓവർസിയർ ഓൺലൈൻ ബാച്ചിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞാണോ അതോ ഇപ്പൊ റീസെന്റ് ആയിട്ട് തുടങ്ങിയ ബാച്ചിലാണോ? അല്ല, കഴിഞ്ഞ വർഷത്തിൽ. നിങ്ങൾ വീഡിയോ ഓണാക്കാം, പുറകെ നടന്ന് വന്നാലും നിങ്ങൾ ഓണാക്കലില്ല, അതുകൊണ്ട് എനിക്ക് കണ്ടാലും പരിചയം ഉണ്ടാവില്ല എന്തായാലും. അതെ സാർ, 23-ാം തീയതി തുടങ്ങുന്ന കോഴ്സിൽ ചേർന്നിട്ടുണ്ട്. ചേരുന്നുണ്ട്? അതെ. അഡ്മിഷൻ എടുത്തോ? എടുത്തായിരുന്നു ഓക്കെ. സാർ. ഇതിപ്പോഴേ
അപ്പോ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ വേറെ വേറെ റിക്രൂട്ട്മെന്റ് ഇപ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇടുന്നുണ്ടോ? ഇടുന്നുണ്ട്. NBCC എന്നൊക്കെ. ആ അതിലൊക്കെ നമുക്ക് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് ഗുണമുണ്ടാവും. മനസ്സിലായില്ല ജിബിൻ എന്താ ഉദ്ദേശിച്ചെന്ന്. 23-ാം തീയതി തുടങ്ങുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട്. പറഞ്ഞു. വാട്സാപ്പ് ഗ്രൂപ്പിലും ഉണ്ടെന്ന് പറഞ്ഞു. അതെ. അത് രണ്ടും മനസ്സിലായി. പിന്നെന്താ പറഞ്ഞു? ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുണ്ടല്ലോ, ആ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ കീഴിൽ വരുന്ന കുറെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ റിക്രൂട്ട്മെന്റിന് ആ എന്ന രീതിയിൽ കുറെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇടുമല്ലോ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അത് ഡയറക്റ്റ് നമുക്ക് വേറെ ഒരു എക്സാമും എഴുതാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കയറാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പൊ ജിബിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന നമ്മളുടെ സിവിലിയൻസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന റിക്രൂട്ട്മെന്റ് മെസ്സേജസ് എല്ലാം സിവിൽ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് മാത്രമാണ്. സിവിൽ പഠിച്ച ഒരാൾക്ക് എവിടെയൊക്കെ ചാൻസസ് ഉണ്ട്. ഇപ്പൊ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനി, സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി സാധ്യതകളെ പറ്റി ഈയിടെ വന്നായിരുന്നു. അതിന് ഗേറ്റ് ക്വാളിഫൈഡ് ആവണം. ഗേറ്റ് നല്ല മാർക്കോടുകൂടി ക്വാളിഫൈ ആയവർക്ക് വേറെ യാതൊരു പ്രവേശന പരീക്ഷയുടെയും ഇതില്ലാതെ, ഒരു ക്വാളിഫയിങ് എക്സാംസിന്റെയും ഇതില്ലാതെ ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. ഗേറ്റ് ആക്ച്വലി ഇത് ഗേറ്റിന്റെ സെഷൻ അല്ല എങ്കിലും ഗേറ്റ് പറയാം, ഗേറ്റിന്റെ കാര്യം പറയാം. ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ പഠിക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ ഏത് ഇതിനായാലും ഞാൻ അതേ അഡ്വൈസ് ചെയ്യൂ. കാരണം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ ഇല്ല, എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും നമ്മൾ സ്വന്തമായിട്ട് നോക്കി പഠിക്കുകയല്ലേ. അത് നമുക്ക് കൺവെൻഷണൽ രീതിയിൽ ഒരുപാട് ടൈം എടുത്ത് ചെയ്യാനുള്ള വഴികളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മാർക്കെങ്കിലും അഡീഷണൽ നേടാനായിട്ട് സാധിക്കും. കാരണം അവർ ആ ഒരു വെയിറ്റേജ് കൊടുത്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് തന്നെ. കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ പഠിപ്പിക്കുന്നത്. എല്ലാത്തിലും ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. എപ്പോഴും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വേറെ എല്ലാ ഡൗട്ടും കഴിഞ്ഞെന്ന് തോന്നുന്നു എല്ലാവരുടെയും. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ സെഷൻ. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോഴ്സിനെ പറ്റിയോ മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിലിയൻസിൽ കോൺടാക്ട് ചെയ്യാം. താഴെ അതിൻ്റെ നമ്പർ അവൈലബിൾ ആണ്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ക്വയറീസ് എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിരിക്കണമെന്നോ ഒന്നുമില്ല. ഞങ്ങളുടെ സ്റ്റുഡൻസിന് മാത്രമേ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നോ യാതൊരു ഇതുമില്ല. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സഹായവും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്ത് സംശയങ്ങളാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ കോഴ്സിൻ്റെ ഡൗട്ടിനാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. എക്സാമിനെ പറ്റി ആർക്കും വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, ഇതൊന്നും അല്ല എൻഡ് ഓഫ് ദി വേൾഡ്. ഇത് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് എക്സാം ഒന്നും പാസ്സാവാത്തവരും സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുന്നുണ്ട് പലയിടത്തും. സോ ഇത് കിട്ടിയില്ലെങ്കിൽ ജീവിതമേ തീർന്നു എന്ന ഒരു ചിന്തയൊന്നും ആർക്കും വേണ്ട. കാരണം അങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മളുടെ പഠനത്തെ അത് പ്രതികൂലമായിട്ടേ ബാധിക്കും. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, ആ ഒരു ചിന്ത മതി. ഇത് കിട്ടിയില്ലെങ്കിൽ ജീവിതമേ തീർന്നു എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഓക്കെ, ഏതായാലും എല്ലാവർക്കും എക്സാം, ഇത് ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞ ഡയലോഗ് ഇത് എൻ്റെ ഡയലോഗ് അല്ല കേട്ടോ, എന്നെ പഠിപ്പിച്ച ഒരു സാറ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എക്സാം എളുപ്പമായിരിക്കും. നമുക്ക് മാത്സ് നല്ല ലെവൽ പഠിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റും. അതായത് കുറേ ടൈം ഗ്യാപ്പ് ഒക്കെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പോസിറ്റീവായിട്ടിരിക്കാം. എല്ലാവർക്കും സിവിലിയൻസിന്റെ വിജയാശംസകൾ. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? എല്ലാവർക്കും സിവിലിയൻസിന്റെ വിജയാശംസകൾ കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.